സ്നേഹമുള്ളവരെ, ഇന്നിവിടെ ഒരു പുതിയ വെറൈറ്റിയുടെ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിക്കുകയാണ്. ഈ വിളവെടുപ്പ് നിങ്ങൾ കണ്ടോ? നാച്ചുറലായിട്ടുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു 30-35 കൊല്ലം മുന്നേ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള മാതിരിയിലുള്ള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്താൽ എന്തുണ്ട് ഗുണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളത് അറിഞ്ഞിരിക്കാത്തവരും അറിയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇന്നിവിടെ നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി വെക്കുന്നത്. അതായത് വാരത്തുമ്മ അടിവളം കോഴിക്കാട്ടവും ചാണവും മിക്സ് ചെയ്തിട്ട് പുല്ലൊക്കെ കളഞ്ഞിട്ടതിന് ശേഷം അത് മൂടി അതിൻ്റെ മേലെ കുരു കുത്തി ഒരു 30 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പൂവും കായായി തുടങ്ങി. ഇതിലിപ്പോൾ വെണ്ടയുണ്ട്, ചീരയുണ്ട്, അതുപോലെ തന്നെ പാവയ്ക്കുണ്ട്, പയറുണ്ട്. അപ്പോൾ ഈ പയറിന് പ്രത്യേകത എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പേപ്പർ പൊതിഞ്ഞ് വാരം വാടി പേപ്പർ പൊതിഞ്ഞ് ഓട്ടയിട്ട് വളമിട്ട് കുരു കുത്തിയാൽ ഈ വളം മാത്രമേ അതിന് കിട്ടുള്ളൂ. നാച്ചുറലായിട്ട് കൃഷി ചെയ്താൽ ഈ മണ്ണിൽ കിടക്കുന്ന വളങ്ങൾ വലിക്കുകയും അതിൻ്റെ വേര് എല്ലായിടത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ ഏത് സമയത്ത് ഈർപ്പം കിട്ടുകയും അതുപോലെ തന്നെ എല്ലാ വളങ്ങളും വലിച്ചെടുക്കുവാൻ ഈ ചെടികൾക്ക് സാധിക്കും. അങ്ങനെ വലിച്ചെടുക്കുന്ന ചെടികൾ, മണ്ണിലെ വളങ്ങളെല്ലാം വലിച്ചെടുക്കുന്ന ചെടികൾ കൊണ്ടുപോയി ഭക്ഷണം വെച്ച് കഴിക്കുമ്പോഴാണ് ഇതിന് കാൽസ്യവും പ്രോട്ടീനും കൂടുതൽ കിട്ടുക. അല്ലാത്തത് വാരം മാടി പേപ്പർ മറച്ച് വിറ്റാൽ ആ ഇടുന്ന വളം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആ ചെടിയെ ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പാചകം ചെയ്ത് കഴിക്കുമ്പോൾ അതിനത്ര ഗുണം ചെയ്യില്ല. ഇത് ഇങ്ങനെ കോമൺ ആയിട്ട് കൃഷി ചെയ്താൽ ഈ മണ്ണിൽ കിടക്കുന്ന വളങ്ങൾ വലിക്കുകയും അതിലെല്ലായിടത്തേക്കും ഇതിൻ്റെ വേരുകൾ പായുകയും ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ വലിക്കുകയും ഈർപ്പം കിട്ടുകയും അതുപോലെ തന്നെ സൂര്യപ്രകാശം അടിക്കുകയും ചെയ്യുമ്പോൾ അതിന് ഗുണഫലങ്ങൾ കൂടുതലാണ്, കാൽസ്യം കൂടുതലാണ്, പ്രോട്ടീൻ കൂടുതലാണ് എന്നുള്ള സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ പൂർവികർ പഠിപ്പിച്ച രീതിയിലുള്ള കൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ. മറ്റേത് സുഖമാണ് പണി, പക്ഷെ അത് ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇങ്ങനെയുള്ള കൃഷി ചെയ്താൽ ഗുണങ്ങൾ രണ്ടുണ്ട്. ഭക്ഷിക്കുന്നവന് ആരോഗ്യം ഉണ്ടാകും, നല്ല ഭക്ഷണം കഴിക്കാം, എല്ലാ വളങ്ങളും വലിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവനൊരു സന്തോഷം, ഇത് കാണുന്നവന് അതിലും വലിയ സന്തോഷം, ഇത് ഉപയോഗിക്കുന്നവന് ദീർഘായുസ് എന്നുള്ള ഓരോ സത്യവും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വെറുതെ പറയുന്നതല്ല, ലാഭത്തിനും നഷ്ടത്തിനും വേണ്ടി പറയല്ലാത്ത സുഹൃത്തുക്കൾ. ഇത് കൊണ്ടുപോകുക, ഇത് കാണുക, ഇത് ഭക്ഷിക്കുക, ഇതിന്ന് വിലയിരുത്തുക. എനിക്ക് മണ്ണാണ് ജീവൻ. ഞാൻ ഇന്ന് രാവിലെ 8:30 ഇവിടെ വന്നതാണ്. പള്ളിയിൽ കുർബാന കഴിഞ്ഞു. എൻ്റെ മുറ്റത്ത് പള്ളിയുണ്ട്. പള്ളിയിൽ പോയി കുർബാന കണ്ടു. കുർബാന കഴിഞ്ഞു. ഞാൻ ചായ കുടിച്ചു. ആ ചായ കുടി കഴിഞ്ഞ് ഇതേ പറമ്പിലേക്ക് വന്നു. പറമ്പിൽ വന്നിട്ട് ഇത്തിരി നേരം അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വിളവെടുപ്പ് ആരംഭിക്കണം. ഇന്ന് കൊടകരയ്ക്കുള്ള വിളവെടുപ്പ് ആരംഭിക്കാൻ പോകണം. അനിയൻ കൊള്ളി വലിക്കാൻ പോയിരിക്കുകയാണ്. കൊള്ളി വലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താം. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഇത് വിളവെടുപ്പ് ഞാനിവിടെ ആരംഭിക്കുന്നു. ആദ്യത്തെ ഈ പ്രൊജക്റ്റിലെ ആദ്യത്തെ വിളവെടുപ്പ് ആരംഭിക്കുക. ഇത് കാണുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇത് വിളവെടുക്കണം. അല്ല, ഇത് നിങ്ങൾ കാണുക. ഇതിൻ്റെ അടി കിടക്കണം, വളവും കാണാം. ഇട്ടേക്കണത് എന്താ ഇത് വെറുതെ എന്താ സുഹൃത്തുക്കളെ, ഇതാണ് ചീര. ഇതിൻ്റെ കടക്കിട്ടാണ് നിങ്ങൾ കാണുക. ഇപ്പോൾ അരിയണത് നോക്കുക. ഒരു 15-20 ദിവസമായിട്ടുള്ളൂ. കണ്ടത് 3 സൈസ് വളം അതേ മോളിക്കോടി ഇട്ടുണ്ട്. ആ വളം നിങ്ങൾ കാണുക, ഇത് കണ്ട് പഠിക്കുക. ഇതുപോലെ നിങ്ങൾ കൃഷി ചെയ്യുക. കണ്ടത് ചോട്ടയും പച്ചയുണ്ട്, 2 സൈസ് കൃഷിയുണ്ട്. ഞാൻ അതിൻ്റെ വിളവെടുപ്പ് ഇപ്പോൾ വെള്ളത്തിന് യാതൊരു പഞ്ഞമില്ലാത്തതുകൊണ്ട്, വെള്ളം ഇവിടെ യാതൊരു പഞ്ഞമില്ല. വേണ്ട എന്താ സുഹൃത്തുക്കളെ, ഇതിത്തിരി അല്ല കേട്ടോ. നമ്മളിന്ന് കുറച്ച് പൊട്ടിച്ച് പോവാണ്. കുറച്ച് അരിഞ്ഞു പോണതാണ് ഈ കാണുന്നത്. നമ്മൾ കാണാം. ദേ സുഹൃത്തുക്കളെ കണ്ടോ, ഇതിൻ്റെ ഓരോ കടയുടെ വലിപ്പം കണ്ടോ? ദേ ഓരോ ചീരക്കടയുടെയും വലിപ്പം കണ്ടോ? അതേ കണ്ടോ? അത് അപ്പുറത്തോടെ വരുമ്പോൾ കട്ട് ചെയ്യാം. എന്താ കണ്ടാ
ഇതല്ലടാ ചീര, ഇതല്ലടാ കൊണ്ടുപോയി ഭക്ഷിക്കണ്ടേ. കണ്ട, കഴിഞ്ഞ പ്രാവശ്യം വേറൊരു തോട്ടത്തിൻ്റെ വിളവെടുപ്പ് കാട്ടി, ഇതിപ്പോൾ വേറെ സ്ഥലത്തിലുള്ള വിളവെടുപ്പാണ് കാട്ടുന്നത്. നിങ്ങളിത് കാണുക, ഇതുപോലെ നിങ്ങൾ കൊണ്ടുപോയി കൃഷി ചെയ്യുക, ഇതിലും നന്നായിട്ട് കൃഷി ചെയ്യുക. എന്താ സ്നേഹമുള്ളവരെ, എന്താ നിങ്ങളിത് കാണുക. എന്താ ഓരോ കടയും അരിയുന്നത് കാണുക, എൻ്റെ കടക്കിട്ടങ്ങ് വളം കാണുക. എന്താ സത്യസന്ധമായ ഒരു കൃഷിക്കാരൻ്റെ വിളവെടുപ്പാണ് കാണുന്നത്. വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ തവണ ഞാൻ ഒരു 10 കിലോ അരിഞ്ഞു, ഇപ്പോൾ ഞാൻ വീണ്ടും ഇന്നൊരു 15 കിലോ അരിയണമെന്നാണ് ആഗ്രഹം. എന്താ ഈ ചീര കാണുക, നിങ്ങൾ ചെയ്തേക്കണ പണികൾ. കണ്ടാ സുഹൃത്തുക്കളെ, ഇത് കാണുക, നിങ്ങൾ ഇതിലും നന്നായി കൃഷി ചെയ്യുക. എന്താ ഓരോ കൃഷിയും നിങ്ങൾ കണ്ടുപഠിക്കുക. എന്താ സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക, ചോപ്പയും പച്ചയും കൂടി കാണുക. കണ്ട, ഇതാണ് കൃഷിക്കാരൻ്റെ ഇന്നത്തെ ജൈവം. എന്താ വിഷമില്ലാത്ത പച്ചക്കറി. എന്താ എന്താ സുഹൃത്തുക്കളെ, ഇതാണ് ചീര, ഇതാണ് ഉപയോഗിക്കേണ്ടത്, ഇതാണ് വെച്ച് ഭക്ഷണം കഴിക്കേണ്ടത്. ഒരു കൃത്യമോ ഒരു മായോ ഇതുമില്ല. ഇവിടെ വീഴുന്ന കന്നാലിച്ചാണവും അതുപോലെ തന്നെ മൂത്രവും മിക്സ് ചെയ്ത് ഒഴിച്ചതാണ്. ഇത് കണ്ട, കട്ട് ചെയ്ത് കാണുക. യൂറിയ കലക്കി, ബാക്കിയുള്ളവന്മാരിൽ യൂറിയ കലക്കി വയറിളക്കം പിടിക്കുന്ന ഒരു കൃഷിയും ഞാൻ ചെയ്യുന്നില്ല. അതേ എന്താ കാണുക, ഇന്ന് വലുതുണ്ടോ എന്നുള്ളത്. ഒരു എന്താ കാണുക, എന്താ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുക, ആസ്വദിക്കുക, ഇതുപോലെ കൃഷി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആരോഗ്യത്തിന് ഗുണകരമായ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തത്. കണ്ട, ചോപ്പച്ചീരൊക്കെ നിൽക്കണ കണ്ട, അതേ കണ്ട സുഹൃത്തുക്കളെ, എന്താ ചീര കണ്ട, ഇതാണ് ചീര, ഇതാണ് ഉപയോഗിക്കേണ്ടത്. കണ്ട, ഈ ഉപയോഗിക്കേണ്ടത് ഇതാണ്. കണ്ട, ഇത് കൊണ്ടുപോയിട്ടാണ് ഭക്ഷണം വെച്ച് കഴിക്കേണ്ടത് സുഹൃത്തുക്കളെ. എന്താ ഇത് വെച്ച് കഴിച്ചാൽ നിങ്ങൾക്കിതിൻ്റെ ഗുണഫലങ്ങൾ അറിയാൻ സാധിക്കും. ഈ ചെയ്തേക്കുന്ന കൃഷി 4 സൈസ് കൃഷിയാണ് നിങ്ങൾ കാണുക. എന്താ ഇത് കണ്ടോ, കണ്ടാ സുഹൃത്തുക്കളെ, ഇതിൻ്റെ കടക്കിട്ടാണ് വളം നിങ്ങൾ നോക്കുക. ഇത് എന്താണ് വളം എന്നുള്ളത്. കണ്ടോ, ഓരോ കടകൾ അരിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കുക. എന്താ ഓരോ കടയുടെ വലുപ്പവും ഇത് അരിയുന്നതിൻ്റെ വ്യത്യാസവും നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരു സൈഡ് അരി കഴിഞ്ഞു, ഇനി ഞാൻ രണ്ടാമത്തെ സൈഡിലേക്ക് കിടക്കണം. അതെ, ഒരു സൈഡിൽ കഴിഞ്ഞു, രണ്ടാമത്തെ സൈഡിലേക്ക് ഞാൻ കിടക്കാണ്. ഇതിൻ്റെ കടയ്ക്ക് കണ്ട, കണ്ട
കണ്ട സുഹൃത്തുക്കളെ, ഇത് 15 ദിവസം കഴിഞ്ഞാൽ മത്തങ്ങയാണ്. 15 ദിവസം കഴിഞ്ഞാൽ അതേ കണ്ട മത്തങ്ങ കാണണതേ, ഇത് മത്തങ്ങ അതേ എന്താ, ഇതിൽ നിറച്ച് മത്തയാ. ഇതിൽ മത്തിയും പയറാണ് കണ്ട, ചീരി കണ്ട, ചീരയും മത്തിയും പയറാണ് ഇവിടെ ഇട്ടേക്കണേ കണ്ട. 2 സൈസ് ചീരയുണ്ട് കണ്ട. ഈ ചീര അരിയണത് കാണാം കണ്ട. ഓരോ ചീരക്കടകളുടെ വലുപ്പം കണ്ട സുഹൃത്തുക്കളെ, ഓരോ ചീരക്കട കണ്ട. ഇതാണ് ചീര, നാടൻ ചീര കണ്ടാ. എന്താ ഇത് അരിയണണ്ട അതേ എന്താ. ഇതാണ് മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ഗുണം. മിക്സ് ചെയ്തിട്ടാണത് എന്തിനെന്ന് വെച്ചാൽ കേട് കുറയുന്നതിന് വേണ്ടിയാണ്. ചോപ്പയും പച്ചയും മിക്സ് ചെയ്തിട്ടാൽ കേട് കുറയും. അതിന് വേണ്ടിയാണ് ഇതിങ്ങനെ ഇട്ടേക്കണതിൻ്റെ കാരണം. അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല, വേറെ കൃഷി അറിയാണ്ടല്ല. അതിട്ട് കഴിഞ്ഞാൽ കേട് കുറയും. കേട് കുറയുന്നതിന് വേണ്ടിയാണ് ഈ പണി ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ കേട് കൂടും. അതുകൊണ്ടാണ് മിക്സ് ചെയ്തിട്ടേക്കുന്നത്. കണ്ട, ഇതിൻ്റെ കടക്കിലേക്ക് ഒന്ന് നോക്കുക. കടക്കി ഇട്ടേക്കണ വളം നോക്കുക കണ്ട. കടക്ക് എന്ത് വളമാണ് ഇട്ടേക്കണേ, എങ്ങനത്തെ വളമാണ് ഇട്ടേക്കണേ കണ്ട. സുഹൃത്തുക്കളെ, ഒരു 10 കിലോന് പരിയിൽ കഴിഞ്ഞു. ഈ അരിയാൻ കിടക്കണം കേട്ടോ. 10 കിലോന് അരിഞ്ഞു. അരിഞ്ഞോണ്ട് പോവാണ് ഞാൻ. ഇങ്ങനെ അരിഞ്ഞ് പോവാണ്. 10 കിലോനും മേലെ അരിയിൽ കഴിഞ്ഞു. ഇനി ഞാനിങ്ങനെ അരിഞ്ഞത് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. കണ്ട, ഓരോ കടകളും നിങ്ങൾ കാണുക കണ്ട. ടോമി ചേട്ടാ, ഞാനിവിടെ വന്നപ്പോൾ ടോമി ചേട്ടൻ പറയണ്ടല്ലോ ഏതൊരു പച്ചക്കറി കടയുടെ ഫസ്റ്റ് ഉദ്ഘാടനം അല്ലെങ്കിൽ എന്താണ് പറയാ, ഉദ്ഘാടനമാണോ അതോ ഫസ്റ്റ് വിൽപ്പനയാണോ? ആദ്യ വിൽപ്പന ചേട്ടൻ ചെയ്യണ്. അപ്പം നമ്മളെ പ്രേക്ഷകരെ, ഈ ടോമി ചേട്ടന് ഇവിടെ കൊടകരയിൽ ഞങ്ങളൊരു പച്ചക്കറികളെ ആരോ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കട തുടങ്ങിയിട്ട് ഫസ്റ്റ് വിൽപ്പന നിർവഹിക്കുന്നത് ഈ ടോമി ചേട്ടനാണ് കേട്ടോ. അതൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് ഞാൻ പ്രേക്ഷകരെ അറിയിക്കണം കേട്ടോ. അത് വളരെ സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ. കണ്ടോ സുഹൃത്തുക്കളെ, ഇത് വെറുതെ പറയുന്നതല്ല. അതേ കണ്ടതിಗೆ ഓരോ കട ചേരി നിങ്ങൾ കാണുക കണ്ടത്. അപ്പോൾ നമുക്ക് ആ ചേട്ടനെ വിളിച്ച കടക്കാരോട്, ഫസ്റ്റ് വിൽപ്പനയ്ക്ക് വിളിച്ച കടക്കാരുണ്ടല്ലോ, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് അന്ന് പറയും. അന്ന് അവരോട് പറയുന്നതായിരിക്കും. അത് മതി. ഈ കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അത് ജൈവ രീതിയിലുള്ള കടയാണ്. അതിന്റെ കാര്യങ്ങൾ അന്ന് നിങ്ങളോട് പറയും. മതി മതി മതി. അതിപ്പോ അധികം വൈകാതെ തന്നെ ഉണ്ടാവും. അതിന്റെ വിവരങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും, നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും. പറയുക മാത്രമല്ല, നിങ്ങളെ നേരിൽ കാണാം, നിങ്ങളെ നേരിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അത് വേണം, എന്നാലാണല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ പ്രേക്ഷകരെ, എനിക്ക് പ്രഷറുള്ള കാരണം കൊണ്ട് എന്തെങ്കിലും വാക്കുകൾ പറയുമ്പോൾ പെട്ടെന്ന് തിരിയില്ല എൻ്റെ നാവ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം എൻ്റെ നാവ് ഇങ്ങനെ പെട്ടെന്ന് വളയാൻ ഒരു ബുദ്ധിമുട്ട് എനിക്ക്. അതെൻ്റെ അസുഖത്തിൻ്റെ ആയിരിക്കാം. അപ്പോൾ സോറി എല്ലാ പ്രേക്ഷകരോടും. കണ്ടാ സുഹൃത്തുക്കളെ, ഇതിൻ്റെ കടക്കലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇത് മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ കടയ്ക്ക് ചെയ്തേക്കുന്നത് കൂടി നിങ്ങൾ കാണാം, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വിലയിരുത്തണം. ഒരു കൃത്യവും ഇതിൻ്റെ കടക്കില്ല. ഇത് കാണുക, ആസ്വദിക്കുക. എന്താ സ്ഥലത്തെ വിളവെടുപ്പ്
കഴിഞ്ഞു. ഇത് ഇന്നത്തെ ക്ലോസ് ചെയ്യാണ്. നാളെ വീണ്ടും ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് കണ്ട് ആസ്വദിച്ച് ഇതിൻ്റെ ഗുണഫലങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക. ഇതുപോലത്തെ ഒരു സന്ദർഭവും ഇതുപോലത്തെ ഒരു സൗകര്യവും ഇത്രയും നല്ലൊരു കൃഷിക്കാരനെയും എങ്ങനെ കൃഷി ചെയ്യുന്നു, ഏത് രീതിയിൽ വിളയിക്കുന്നു, ഏത് രീതിയിൽ കുരുകുത്തുന്നു, ഏതെല്ലാം വളങ്ങൾ ഇടുന്നു, എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, എങ്ങനെ കുത്തിയാലാണ് കുരു ഉണ്ടാവുക, എങ്ങനെയാണ് കൃഷി ചെയ്താൽ. ഇത് ഡോക്ടർമാരും ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ ടെക്നോളജി തിയറി മാത്രം പഠിക്കുന്നവരാണ്. ഞാൻ തിയറി പഠിക്കുന്ന ഒരു കൃഷിക്കാരനല്ല, മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകനാണ്. ഓരോ കൃഷി രീതിയും എങ്ങനെ ചെയ്യണം, എങ്ങനെ വളരണം, എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് നിങ്ങളിവിടെ വന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഏതെല്ലാം വളങ്ങളാണ് ഇടേണ്ടത്, ഏതെല്ലാം കൃഷി ഏത് സമയത്താണ് കുത്തേണ്ടത്, എങ്ങനെയാണ് കുത്തിയാൽ ഉണ്ടാവുക, ഏതെല്ലാം കൃഷി തരങ്ങളുണ്ട്. ഇത് ഒരു കട രണ്ട് കട അല്ലാട്ടോ സുഹൃത്തുക്കളെ. എനിക്ക് മണ്ണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. മണ്ണാണ് എൻ്റെ ആഹാരം. മണ്ണില്ലെങ്കിൽ ഞാൻ എത്രയോ ഇന്ന് നിങ്ങളെല്ലാവരും ചോദിക്കുമ്പോൾ എൻ്റെ ഏജ് വളരെ കുറവാണ്. ഇന്ന് ഒരു അസുഖം എനിക്കില്ല. 58 വയസ്സോളം എനിക്ക് ആയിട്ടുണ്ട്. ഒരു അസുഖവും എനിക്ക് ഇന്ന് വരയ്ക്കും ഉണ്ടായിട്ടില്ല. ഞാൻ കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മാത്രമാണ്. എൻ്റെ ഇറച്ചി മീനോട് എനിക്ക് താല്പര്യം കുറവാണ് സുഹൃത്തുക്കളെ. പച്ചക്കറിയാണ് എനിക്ക് കൂടുതൽ ആഹാരം. എൻ്റെ വീട്ടിൽ 3-4 സൈസ് മീനുണ്ട്. 10-12 തരം പച്ചക്കറി ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും എപ്പോഴും എൻ്റെ വീട്ടിൽ പച്ചക്കറി ഉണ്ട്. ഞാൻ പാട്ടഭൂമിക്കാരനല്ല. സ്വന്തമായ ഭൂമിയിൽ മാത്രമേയാണ് കൃഷി ചെയ്യുന്നത്. ആരും കൃഷി പാട്ടഭൂമിയിൽ ചെയ്താൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ പിന്നെ പണി നിർത്തേണ്ടി വരും. അപ്പോൾ സ്വന്തം ഭൂമിയിലായി കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തു, ഇഷ്ടമല്ലെങ്കിൽ എടുത്തില്ല. ആരോടും ഒരു കണക്ക് പറയണ്ട. ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പണിയെടുക്കാം, ഇഷ്ടമുള്ള സമയത്ത് കയറി പോവാം, ഇഷ്ടമുള്ള സമയത്ത് വിളവെടുപ്പ് ആരംഭിക്കാം, അല്ലെങ്കിൽ വിളവെടുപ്പ് നടത്താം. ഏത് സമയത്തും ഒരു കൃഷിക്കാരനെ തേടി, എന്നെ തേടിയുള്ള വരവ് എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്കറിയാം. എനിക്ക് 3-4 കുളങ്ങളുണ്ട്, 3-4 സൈസ് കൃഷികൾ, അതിൽ വിളകളുണ്ട്, അതിൽ 3-4 തരം മീൻ അതിൽ കുളത്തിലുണ്ട്. ആ കുളത്തിലെ മീൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൃത്യമില്ലാതെയാണ് നിങ്ങൾക്ക് തരുന്നത്, നന്നാക്കി കൊടുക്കുന്നുണ്ട്. ആ മീൻ കൊണ്ടുപോയി ഉപയോഗിച്ച പല വ്യക്തികളുടെയും അഭിപ്രായം നിങ്ങളോട് പറയും.